ഈ പുണ്യമാസത്തിൽ നിങ്ങൾക്കൊരു 100 രൂപയെങ്കിലും തരാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്, നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും കിടപ്പ് രോഗികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ പാറക്കണ്ടം എന്ന വില്ലേജിലാണ്. ഞങ്ങളെ നാട്ടുകാരൊക്കെ രോഗം വരുമോ എന്ന വിഷയത്തിൽ ഇന്ന് നിർഭയത്തിലാണ്. കാരണം ഏത് രോഗാവസ്ഥയിലും അവിടെ ഓടിയെത്താൻ സാന്ത്വന പാറക്കണ്ടം തയ്യാറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഭാസ്കരേട്ടൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട് വലിയ പ്രയാസത്തിലാണ്. ഭാസ്കരേട്ടൻ നമ്മളെ പാലിയേറ്റീവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഹലോ, നമ്മളിപ്പോൾ ഈ സാന്ത്വനം പാലിയേറ്റീവ് പാറക്കണ്ട യൂണിറ്റിൻ്റെ പ്രവർത്തകന്മാരിപ്പം സുമാ സിസ്റ്ററായാലും ബഷീർക്കായാലും വന്നിട്ട് എല്ലാ ദിവസവും കാലം ഡ്രസ്സ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഈ കിടക്കുന്നതും ഇതേപോലെ ഇരിക്കുന്ന രോഗികൾക്ക് വലിയൊരു ആശ്വാസമുണ്ട് ഇവരെ പ്രവർത്തനം. സാന്ത്വന പാറക്കണ്ടത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ നമ്മുടെ നാട്ടിലെ മഹലിലെ 15 വർഷത്തോളമായി പള്ളി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഹുസൈൻക്ക് 2 വാക്ക് പറയും. പ്രിയപ്പെട്ടവരെ, 10 വർഷത്തിലധികമായി നമ്മൾ സാന്ത്വന സേവന മേഖലകളിൽ സജീവമായിട്ടുണ്ട്. ആ സജീവമായ സമയത്താണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് രോഗശൈലികൾ ഉണ്ട് എന്ന വാർത്ത അറിയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസങ്ങൾക്ക് മുമ്പ് പാലിയേറ്റീവ് കെയർ എന്ന ഈ സെന്റർ നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ നാട്ടിലെ പരിസരത്തുമുള്ള ജാതി മത ഭേദമന്യുള്ള മുഴുവൻ ആളുകളിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എന്തിനും സന്നദ്ധരായ ഒരു ടീം നമ്മളെ കൂടെയുണ്ട്. കാരണം ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ്. നമുക്ക് ആകെ ഇല്ലാത്തത് സമ്പത്താണ്. ഇപ്പോൾ തന്നെ ജാതി മത ഭേദമന്യുള്ള ഒരുപാട് ആളുകൾ കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോഴും അവരുടെ സന്തോഷ നിമിഷങ്ങൾ വരുമ്പോഴും നമ്മളെ കേന്ദ്രത്തിലേക്ക് നൽകുന്ന സാധന ഉപകരണങ്ങളും മറ്റുമായിക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഇത് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടാണ് നമുക്ക് വലിയൊരു പ്രതിസന്ധി ഉള്ളത്. ഈ പ്രതിസന്ധി നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഈ സാമൂഹ്യ സേവന സാധന രംഗത്ത് നമുക്ക് വിപ്ലവകരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമായി മാറാൻ സാധിക്കുമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും അവർ നൽകുന്ന എല്ലാ സുഖങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവരെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ.